ജൈനമ്മ തിരോധാന കേസിൽ നിർണായക കണ്ടെത്തൽ. പ്രതി സെബാസ്റ്റ്യന്റെ കാറിൽ നിന്ന് കത്തി, ചുറ്റിക, ഡീസൽ, കന്നാസ്, പേഴ്സ് എന്നിവ കണ്ടെത്തി. ക്രൈംബ്രാഞ്ച് സംഘം ഇന്നലെ രാത്രി നടത്തിയ പരിശോധനയിലാണ് കേസിൽ നിർണായകമാകുന്ന തെളിവുകൾ ലഭിച്ചത്. വിഷ്ണു പ്രകാശ് ചേരുന്നു വിശദവിവരങ്ങളുമായി. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വളരെ സങ്കീർണമായൊരു കേസാണിത്. പക്ഷെ ഈ ഘട്ടത്തിൽ മാത്രം എന്തുകൊണ്ട് കാറിൽ നിന്നും ഇത് കണ്ടെത്തി എന്നത് നമുക്കൊക്കെ സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും നാൾ ഈ കാറ് പരിശോധിച്ചില്ലേ, ഈ കാർ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. ഏതായാലും തെളിവുകൾ ലഭ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഒരു സൈക്കോ കില്ലർ എന്ന ഈ പ്രതിയെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരുമോ വിഷ്ണു? പോലീസിന്റെ ഒരു അനുമാനം അത്തരത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 7 ദിവസമായി കോട്ടയത്തുള്ള ക്രൈംബ്രാഞ്ച് യൂണിറ്റാണ് സെബാസ്റ്റ്യൻ ഉള്ളത്. അന്ന് മുതൽ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായി സഹകരിക്കുന്നില്ല എന്നൊരു ആക്ഷേപം പോലീസിന് തന്നെ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇന്നലെ വീണ്ടും അവർ കസ്റ്റഡി നീട്ടി അപേക്ഷിച്ചിരുന്നു. അതനുസരിച്ച് കോടതി വീണ്ടും 7 ദിവസം കൂടി ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് സെബാസ്റ്റ്യനെ. ഏതായാലും ചോദ്യം ചെയ്യൽ നടപടികൾ തുടരാനും ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാനുമാണ് ഈ സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി നീട്ടി ചോദിച്ചത് എന്നാണ് ഇന്നലെ പോലീസിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥനോടക്കം നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് സഹകരണം കുറവാണ്, പക്ഷേ മുന്നത്തേതിലും വ്യത്യസ്തമായി കുറച്ചുള്ള കാര്യങ്ങളെല്ലാം സമ്മതിച്ച് സെബാസ്റ്റ്യൻ വരുന്നുണ്ട്, കുറച്ച് തെളിവുകളെല്ലാം ലഭിക്കുന്നുണ്ട് എന്നൊരു സൂചന പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു ഇന്നലെ രാത്രി മിന്നൽ പരിശോധന നടത്തിയത്. ക്രൈംബ്രാഞ്ച് യൂണിറ്റ് സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്നിപ്പോൾ ചുറ്റികയും കത്തിയും അതുപോലെ തന്നെ ഡീസൽ കന്നാസും എല്ലാം കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഡീസൽ കന്നാസിൽ സെബാസ്റ്റ്യൻ ഡീസൽ വാങ്ങി എന്നുള്ള ഒരു സമ്മതം നടത്തി എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഇനി ഇത് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് അയക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ കത്തിയും ചുറ്റികയും എല്ലാം ഇത്തരത്തിൽ എന്തെങ്കിലും കൊലപാതകം ചെയ്യാൻ ഉപയോഗിച്ചതാണോ എന്നതടക്കമുള്ള പരിശോധനകൾ ആവശ്യമാണ്. ഇതിന് ഫോറൻസിക് സംഘത്തിന്റെ ഉൾപ്പെടെയുള്ള പരിശോധനകൾ ഈ പ്രതിക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണോ പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്? ഇന്നലെ നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥനോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നത് അദ്ദേഹത്തിന് ഈ കേസിൽ പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട്. ഇത് സെബാസ്റ്റ്യൻ ഈ ജൈനമ്മ തിരോധാന കേസിൽ പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട്. സെബാസ്റ്റ്യൻ ചെയ്തത് തന്നെയാണെന്നുള്ള വിശ്വാസത്തിലാണ്, അത്രയ്ക്ക് ഒരു കോൺഫിഡൻസിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതിനാൽ തന്നെയാണ് ഇപ്പോൾ കസ്റ്റഡി കാലാവധി നീട്ടി വാങ്ങിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ സെബാസ്റ്റ്യൻ ഒട്ടും സഹകരിക്കാത്ത അവസ്ഥയിൽ പോലും അവർക്ക് ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ തെളിവുകളെല്ലാം നിരത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലാണ് നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ സെബാസ്റ്റ്യൻ ഇതിനോട് ഒട്ടും ഒരു അനുഭാവം പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും വരും ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ഒടുവിലായി ഇത്തരത്തിൽ തെളിവുകൾ നിരത്തിയുള്ള ചോദ്യത്തിന് സെബാസ്റ്റ്യന് സമ്മതിക്കേണ്ടി വരുന്നു എന്നുള്ള വിവരമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്നത്. ഏതായാലും പോലീസ് സംഘം കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ജൈനമ്മ തിരോധാന കേസിൽ അവർ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. ഈ കേസ് വരും കാലങ്ങളിൽ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് തെളിയിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമുള്ളത്. ഏതായാലും DNA പരിശോധന ഫലം ഈ അടുത്ത് തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൂടി വരുമ്പോൾ ഈ കേസിൽ കൂടുതൽ ഗ്രിപ്പ് അന്വേഷണ സംഘത്തിന് ലഭിക്കും. ഏതായാലും ഈ DNA പരിശോധന ഫലം കൂടി വന്ന ശേഷം കൂടുതൽ ഇതിൽ ഒരു പിടിവള്ളി കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജയമ്മയുടെ തന്നെ സഹോദരന്റെ അടക്കമുള്ള DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ തിരുവനന്തപുരത്ത് ലാബിൽ നിന്നും പരിശോധിച്ച് വരുന്നതോടുകൂടി ഇതിൽ കൂടുതൽ വ്യക്തത വരും. ഏതായാലും അതിന് മുന്നോടിയായിട്ടുള്ള സെബാസ്റ്റ്യന്റെ കുറച്ച് ഇത്തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്തുന്നത് പോലീസിനെ സംബന്ധിച്ച് ശുഭസൂചനയാണ്. ഇനിയിപ്പോൾ ഏറ്റുമാനൂരിലടക്കമുള്ള ഈ പോലീസിന് തെളിവുകളില്ല, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ യാതൊന്നും തെളിവെടുപ്പിനോട് സഹകരിക്കുന്നില്ല, ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നൊക്കെ പറയുകയായിരുന്നു തുടക്കത്തിൽ. പക്ഷെ പിന്നീട് എന്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ മാത്രം കാറിൽ നിന്ന് ഇത്തരം സാധനങ്ങൾ കണ്ടെത്തിയത് എന്ന് എനിക്കൊരു ചെറിയ സംശയം ആദ്യം മുതൽ തോന്നുന്നു. ഇത്രയും ദിവസവും ഇതെന്താ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ? ഈ കാർ അവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? ഭാര്യ വീട്ടിലാണല്ലോ കാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ലേ? ഇത്രയും വളരെ നിർണായകമായ തെളിവുകൾ കണ്ടെത്താൻ ഇത്രയും വൈകുന്ന കാര്യം എന്താണ്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു പോകും ഏതൊരു മനുഷ്യനായാലും എന്ന് തോന്നുന്നു. ഏതായാലും വളരെ വ്യക്തമായി തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ പദ്ധതി. അല്ലെങ്കിൽ അത് പോലീസ് സേനയ്ക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമായിരിക്കും അല്ലേ? ഇത്രയും നാൾ ചില കൊലപാതകങ്ങൾ മറച്ചു വെക്കുക എന്നത് നിർണായക പങ്ക് ഈ പ്രതിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇനി ശാസ്ത്രീയ പരിശോധനകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങളിലേക്കൊക്കെ എത്തിച്ചേരാൻ പോലീസിന് കഴിയും. വിഷ്ണു പ്രകാശാണ് വിശദവിവരങ്ങൾ നൽകിയത്.